قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സൂറത്തുൽ ബഖറയിലെ 32-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ലാ ഇൽമ ലനാ ഇല്ലാ, അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ-മദ്ദുൽ മുൻഫസിൽ എന്നാണ് അതിന്റെ പേര്. 4-5 ഖദർ ദീർഘിപ്പിക്കേണ്ടതാണ്. ലാ ഇൽമ, അതേപോലെ അതിനുശേഷം ഇല്ലാ മാ അല്ലംതന, ഈ 2 സ്ഥലങ്ങളിലും ഐന് ശരിയാവണ്ണം ഉച്ചരിക്കേണ്ടതാണ്. ഐന് പുറപ്പെടുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. അതിന്റെ ശബ്ദം വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അതിനുശേഷം ദീർഘിപ്പിക്കേണ്ട ഒരു പദമാണ് കൂട്ടി വായിക്കുമ്പോൾ മാത്രം ഇല്ലാ മാ അല്ലംതനാ ഇന്നക. എന്നാൽ അല്ലംതന എന്ന വാക്കിൽ നിർത്താൻ പറ്റുന്നതാണ്. അങ്ങനെയാകുമ്പോൾ 2-ൽ കൂടുതൽ ദീർഘിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഇന്നക, അവിടെ നൂന്റെ മേലെ ഷദ്ദുണ്ട്, 2 ഖദർ മണിക്കേണ്ടതാണ്. അൻത, അവിടെ സാക്കിനായ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇഖ്ഫ ഹഖീഖി എന്നാണ് ആ നിയമത്തിന്റെ പേര്. ഒന്നുകൂടി നമുക്ക് പൂർണ്ണമായും ഈ ആയത്ത് വായിക്കാം. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 32-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 32-ാമത്തെ ആയത്ത് ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇവിടെ ഈ 32-ാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ, ലാ ഇൽമ, അറിവേ ഇല്ല, ലന, ഞങ്ങൾക്ക്, ഇല്ല മാ, യാതൊന്നല്ലാതെ, അല്ലംതന, നീ ഞങ്ങൾക്കു പഠിപ്പിച്ച, ഇന്നക അൻത, നിശ്ചയമായും നീ തന്നെ, അൽ അലീം, സർവജ്ഞൻ, അൽ ഹക്കീം, അഗാധജ്ഞൻ. ഇവിടെ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, അവർ പറഞ്ഞു, നീ മഹാപരിശുദ്ധൻ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല, നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതായത് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച സന്ദർഭത്തിൽ അക്കാര്യം അല്ലാഹു മലക്കുകളെ അറിയിക്കുകയാണ്. അപ്പോൾ മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പിനു പിന്നിലെ രഹസ്യം എന്താണെന്ന് ആ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയും എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രക്തച്ചൊരിച്ചിലും നിഷേധവും അനുസരണക്കേടുമെല്ലാം ധാരാളമായി സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് മനുഷ്യന്മാർ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ആ മലക്കുകൾ ആ രൂപത്തിൽ അങ്ങനെ വിചാരിക്കുകയും ഈ സംശയം അവർ അള്ളാഹുവിനോട് തന്നെ അറിയിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ മലക്കുകൾക്കറിയാത്ത പല യുക്തിരഹസ്യങ്ങളും അള്ളാഹുവിനറിയാമെന്ന വസ്തുത മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത്. ആദം നബി അലൈഹിസ്സലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയും അതിനുശേഷം ആ വസ്തുക്കളെ മലക്കുകൾക്ക് കാണിച്ചുകൊണ്ട് അവയുടെ പേരുകൾ പറയുവാൻ അള്ളാഹു അവരോട് ആവശ്യപ്പെടുകയാണ്. ആ സമയം മലക്കുകൾക്ക് അതിന് കഴിഞ്ഞില്ല. അവർ തങ്ങളുടെ കഴിവുകേട് സമ്മതിക്കുകയും
അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിപ്പറയുകയുമാണ് ചെയ്തത്. അങ്ങനെ മുമ്പ് അള്ളാഹു പറഞ്ഞ ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് മുമ്പ് അവരോട് അള്ളാഹു പറഞ്ഞിരുന്നതിന്റെ ഒരു പുലർച്ച അവർ അനുഭവത്തിലൂടെ കാണുകയാണ് സഹോദരങ്ങളെ. ഭൂമിയിൽ അള്ളാഹു ഏർപ്പെടുത്തുവാൻ പോകുന്ന മനുഷ്യവർഗത്തിന് ചില പ്രകൃതി സവിശേഷതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും മലക്കുകൾ വളരെ പരിശുദ്ധരും ഉത്തമന്മാരുമായ സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും ഈ സവിശേഷതകൾ മലക്കുകൾക്കില്ല എന്ന് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം വളരെ യുക്തിപൂർവം പ്രവർത്തിക്കുന്നവനുമാണ് എന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. ഇക്കാര്യം ബോധ്യപ്പെട്ട ഉടനെ തന്നെ മലക്കുകൾ പറയുന്നതെന്താ? സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ് എന്നാണ് മലക്കുകൾ പറയുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ മലക്കുകൾ വാഴ്ത്തുകയാണ്. ആരാണ് സഹോദരങ്ങളെ ഈ മലക്കുകൾ? അള്ളാഹുവിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ മലക്കുകൾ. ആ മലക്കുകളുടെ ദിക്റുകളിൽ മുഖ്യമായത് തന്നെ തസ്ബീഹ് ചൊല്ലലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, റസൂലെ, ഏറ്റവും നല്ല കീർത്തനം ഏതാണ് എന്ന് ഞങ്ങൾക്ക് അവിടെ നിന്നൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു അവന്റെ മലക്കുകൾക്ക് അഥവാ ദാസന്മാർക്ക് തെരഞ്ഞെടുത്തു നൽകിയ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന കീർത്തനമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കീർത്തനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ തസ്ബീഹ് അത് എപ്പോഴും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ എപ്പോഴും വാഴ്ത്തുന്നവരാണ് മലക്കുകൾ. അവരാണ് പറയുന്നത് അള്ളാഹുവോട്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ എത്രയോ പരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല എന്ന് അവിടെ മലക്കുകൾ പറയുകയാണ്. ഇവിടെ മലക്കുകൾ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ പഠിപ്പിച്ച ഈ ഒരു ഭാഗം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ജരീർ അത്ത്-തബ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. ഖാലു സുബ്ഹാനക, അവർ മലക്കുകൾ പറഞ്ഞു നീ എത്രയോ പരിശുദ്ധനാണ് എന്ന്. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തൻസീഹൻ ലില്ലാഹി മിൻ അയകൂന അഹദുൻ യഅലമുൽ ഗൈബ ഗൈറുഹു, ആരെങ്കിലും ഉണ്ടാകുന്നതിൽ നിന്നും അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. എങ്ങനെ പരിശുദ്ധപ്പെടുത്തലാണ്? അയ്യകൂന അഹദുൻ യഅലമുൽ ഗൈബ ഗൈറുഹു, അവനല്ലാത്ത ഗൈബ് അറിയുന്നവനായി, അദൃശ്യം അറിയുന്നവനായി മറ്റാരുമില്ല എന്ന അർത്ഥത്തിൽ. തുബ്നാ ഇലൈക, ഞങ്ങൾ മലക്കുകൾ ഇതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശേഷം തുടർന്ന് പറയുകയാണ്, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇവിടെ ഈ ആയത്തിൽ ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തുബരിയം മിൻഹും മിൻ ഇൽമിൽ ഗൈബ്, അദൃശ്യ ജ്ഞാനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ അതിൽ നിന്നെല്ലാം ഒഴിവാണ്. ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഒഴികെ. കമാ അല്ലംത ആദമ, ഏതുപോലെ നീ ആദമിനെ പഠിപ്പിച്ചതുപോലെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ വിശദീകരിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സഹോദരങ്ങളെ ഇതെല്ലാം. ഇനി തുടർന്ന് ഈ ആയത്തിൽ പറയുന്നത് എന്താ? ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയുമെന്നാണ്. ഇവിടെ അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ് സഹോദരങ്ങളെ എടുത്തു പറയുന്നത്. ഒന്ന് സസൂക്ഷ്മവും സമഗ്രവും സമ്പൂർണവുമായി എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥം വരുന്ന അൽ അലീം എന്ന നാമമാണ്. അള്ളാഹുവിന്റെ അൽ അലീം എന്ന ഈ നാമത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ സൂറത്തുൽ ബഖറയുടെ 29-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശേഷം രണ്ടാമത് പറഞ്ഞ അള്ളാഹുവിന്റെ അൽ ഹക്കീം എന്ന നാമമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.